بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن أصدق الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، فكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. وبعد، فيقول المصنف الإمام المجدد شيخ الإسلام محمد بن عبد الوهاب رحمه الله تعالى: باب فضل التوحيد وما يكفر من الذنوب. وقول الله تعالى: الذين آمنوا ولم يلبسوا إيمانهم بظلم أولئك لهم الأمن وهم مهتدون. عن عبادة بن الصامت رضي الله عنه قال: قال رسول الله صلى الله عليه وسلم: من شهد أن لا إله إلا الله وحده لا شريك له وأن محمدا عبده ورسوله وأن عيسى عبد الله ورسوله وكلمته ألقاها إلى مريم وروح منه، والجنة حق والنار حق، أدخله الله الجنة على ما كان من العمل. أخرجاه. ولهما في حديث عتبان: فإن الله حرم على النار من قال لا إله إلا الله يبتغي بذلك وجه الله. وعن أبي سعيد الخدري رضي الله عنه عن رسول الله صلى الله عليه وسلم قال: قال موسى عليه السلام: يا رب علمني شيئا أذكرك وأدعوك به. قال: قل يا موسى لا إله إلا الله. قال: يا رب كل عبادك يقولون هذا. قال: يا موسى لو أن السماوات السبع وعامرهن غيري والأرضين السبع في كفة ولا إله إلا الله في كفة مالت بهن لا إله إلا الله. رواه ابن حبان والحاكم وصححه، وللترمذي وحسنه. عن أنس رضي الله عنه: سمعت رسول الله صلى الله عليه وسلم يقول: قال الله تعالى: يا ابن آدم لو أتيتني بقراب الأرض خطايا ثم لقيتني لا تشرك بي شيئا لأتيتك بقرابها مغفرة. സഹോദരന്മാരെ,
ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹു തആല രചിച്ചിട്ടുള്ള കിതാബു തൗഹീദിലെ 2ാമത്തെ അധ്യായത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. അധ്യായത്തിന് മുസന്നിഫ് റഹിമഹുല്ലാഹ് തർജുമ നൽകിയിട്ടുള്ളത്, തലവാചകമായി ചേർത്തിട്ടുള്ളത് ബാബുൻ ഫളലു തൗഹീദി വമാ യുകഫിറു മിനദ് ദുനൂബ്. ബാബുൻ അത് ഖബറാണ്, ലിമുബ്തദഇൻ മഹ്ദൂഫ്, കളഞ്ഞുപോയ ഒരു മുബ്തദയുടെ ഖബറാണത്. മുബ്തദയെ തഖ്ദീർ ചെയ്യേണ്ടത്, സപ്പോസ് ചെയ്യുന്നത് ഹാദാ ബാബുൻ. ഈ അധ്യായം എന്തിനെക്കുറിച്ച് ചർച്ച ചെയ്യാനുള്ളതാണ്? തർജുമത്തുൽ ബാബ്, അധ്യായത്തിന്റെ തലക്കെട്ട് മാത്രമാണ് മുസന്നിഫ് റഹിമഹുല്ലാഹ് പലപ്പോഴും തന്റെ വാക്യമായി നൽകാറുള്ളത്. അത് അദ്ദേഹത്തിന്റെ ഫിഖ്ഹും ഇസ്തിംബാത്തുമാണ്. ആ കാര്യത്തിന് പിന്നീടുള്ള തെളിവുകൾ, അതിന്റെ മിസ്ദാഖുകൾ, അതിന്റെ തെളിവുകൾ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും ഉദ്ധരിക്കുകയാണ് രീതി. അഥവാ അമീറുൽ മുഅ്മിനീന ഫിൽ ഫിഖ്ഹി വൽ ഹദീസ് അബൂ അബ്ദുല്ലാ മുഹമ്മദ് ബിൻ ഇസ്മാഈൽ അൽ ബുഖാരി റഹിമഹുല്ലാഹ് തന്റെ സഹീഹ് രചിക്കുമ്പോൾ കൈകൊണ്ടിട്ടുള്ള അതേ ശൈലിയിൽ തന്നെയാണ് മുസന്നിഫ് റഹിമഹുല്ലാഹ് കിതാബ് തൗഹീദും രചിച്ചിട്ടുള്ളത്. അതിനാൽ തലവാചകമായി പറയുന്നു ഫളലു തൗഹീദ്. ഫളല് എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠത അല്ലെങ്കിൽ മികവ് എന്നാണ്. സാധാരണഗതിയിൽ ഫളല് എന്ന് പറഞ്ഞാൽ ആദ്യം അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇതാണ്, ശ്രേഷ്ഠത, മികവ്. ഫളലുൻ എന്നതിന് മറ്റൊരർത്ഥം തന്നെയുണ്ട് ഭാഷയിൽ, അഥവാ അത്യാവശ്യം കഴിഞ്ഞ് ബാക്കിയുള്ളത്, അത്യാവശ്യത്തിൽ പെടാത്തത് എന്നൊരർത്ഥം അതിന് വേറെയുണ്ട്. ഇവിടെ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഒട്ടുമിക്ക സന്ദർഭങ്ങളിലും ഫളലുൻ എന്നുള്ള പദം ഉപയോഗിച്ചു കഴിഞ്ഞാൽ ആദ്യം അർത്ഥം നമ്മുടെ മനസ്സിലേക്ക് ഓടി വരേണ്ടത് ശ്രേഷ്ഠത അല്ലെങ്കിൽ മികവ് എന്നതാണ്. ഫളലു തൗഹീദ്, തൗഹീദിന്റെ മികവാണ്, തൗഹീദിന്റെ ശ്രേഷ്ഠതയാണ് ഈ അധ്യായത്തിൽ ചർച്ച ചെയ്യുന്നത്. തൗഹീദ് എന്ന് പറയുന്നത് നേരത്തെ മുതൽ നമ്മൾ പറഞ്ഞു വന്നു, തൗഹീദുർ റുബൂബിയ്യ വ തൗഹീദുൽ ഉലൂഹിയ്യ വ തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത്. അതിൽ തന്നെ അമ്പിയാക്കന്മാർ അവരുടെ ജനങ്ങളോട് പ്രബോധനം ചെയ്യേണ്ടി വരികയും ഹുസൂമത്ത്, പരസ്പരമുള്ള തർക്കം നിലനിൽക്കുകയും ചെയ്തത് തൗഹീദുൽ ഉലൂഹിയ്യത്തിന്റെ കാര്യത്തിലാണ്. എന്നാൽ തൗഹീദുർ റുബൂബിയ്യ വ തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത് അത് ഏതാണ്ട് എല്ലാ ജനവിഭാഗങ്ങളും അംഗീകരിച്ചിരുന്നതാണ്. അംഗീകരിച്ചിരുന്ന ആ കാര്യം ഉണർത്തുകയും അത് തഖ്രീർ ചെയ്യുകയും എന്നിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഉലൂഹിയ്യത്തിലുള്ള ഏകത്വം അള്ളാഹുവിന് മാത്രമാക്കണം, അതിൽ ജനങ്ങളിലുള്ള വീഴ്ചകൾ തിരുത്തണം. ഇതാണ് അമ്പിയാക്കന്മാരുടെ ദഅവത്ത്. തൗഹീദ് അതിന്റെ പൂർണ്ണതയിൽ ഉൾക്കൊണ്ട് കഴിയുമ്പോൾ റുബൂബിയ്യത്ത് മാത്രമല്ല, അസ്മാഇലും സിഫാത്തിലുമുള്ള തൗഹീദ് മാത്രമല്ല, ഉലൂഹിയ്യത്തിലുള്ള തൗഹീദ് അടക്കം പൂർണ്ണ രൂപത്തിൽ തൗഹീദ് ഒരാൾ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ എന്താണ് അത് അയാൾക്ക് നേടിക്കൊടുക്കുന്നത്, അത് മുഖേന കൈവരിക്കാൻ സാധിക്കുന്ന ശ്രേഷ്ഠത എന്താണ്, അതാണ് ഈ അധ്യായത്തിൽ ചർച്ച ചെയ്യുന്നത്. വമാ യുകഫിറു മിനൽ ദുനൂബ്, വമാ യുകഫിറു മിനൽ ദുനൂബ് അഥവാ അത് യുകഫിറു തൗഹീദ് അത് എന്ത് ചെയ്യുന്നു? തക്ഫീർ ചെയ്തു കൊടുക്കുന്നു.
തേച്ചുമായിച്ച് ഇല്ലാതാക്കി കൊടുക്കുന്നു. എന്തിന്? അദ്ദുനൂബ്, പാപങ്ങളെ. ഒരു മനുഷ്യനിൽ നിന്ന് സംഭവിച്ചു പോയേക്കാവുന്ന പാപങ്ങൾ, ആ പാപങ്ങൾ തൗഹീദിന്റെ ശ്രേഷ്ഠത കൊണ്ട് അയാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒഴിവാക്കി കൊടുക്കും, തക്ഫീർ ചെയ്തു കൊടുക്കും. അത് വിശദീകരിക്കുന്ന അധ്യായം. അപ്പോ ബയാനു ഫളി തൗഹീദ് വ ബയാനു മാ യുകഫിറുഹു മിനൽ ദുനൂബ് എന്നായിരിക്കും തലവാചകത്തിന്റെ പൂർണ്ണ രൂപം. ബയാനു ഫളി തൗഹീദ്, തൗഹീദിന്റെ ശ്രേഷ്ഠത വിശദീകരിക്കുന്ന അധ്യായം. വബയാനു മാ യുകഫിറുഹു മിനൽ ദുനൂബ്, ഒരു മനുഷ്യന്റെ ദുനൂബുകൾ, ദുനൂബ്, പാപങ്ങൾ, ആ പാപങ്ങൾ തൗഹീദ് ഒരാൾ പൂർണ്ണ രൂപത്തിൽ ഉൾക്കൊണ്ട് കഴിയുമ്പോൾ എങ്ങനെയാണ് ആ തൗഹീദിന്റെ ശ്രേഷ്ഠത കൊണ്ട്, മികവ് കൊണ്ട് അള്ളാഹു ആ പാപങ്ങൾ അയാൾക്ക് ഒഴിവാക്കി കൊടുക്കുന്നത്, ഇത് വിശദീകരിക്കുന്ന അധ്യായമാണ്. തൗഹീദ് ഇല്ല എങ്കിൽ ഒരാൾ ചെയ്ത ഏതൊരു പ്രവൃത്തിയും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കില്ല. പരലോകത്ത് അയാൾക്കൊന്നും ഉണ്ടായിരിക്കില്ല. എന്നാൽ തൗഹീദ് ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ അതോടുകൂടി അയാൾ ചെയ്യുന്ന സ്വാലിഹായ അമലുകൾ അല്ലാഹു സ്വീകരിക്കുന്നു എന്നതിന് പുറമെ അയാളിൽ നിന്ന് സംഭവിച്ചു പോയിട്ടുള്ള പാപങ്ങൾ തൗഹീദിന്റെ മികവ് കാരണത്താൽ അല്ലാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുത്തേക്കും. ഇതാണ് രണ്ടാമത്തെ കാര്യം. തൗഹീദ് ഇല്ലാത്ത മനുഷ്യർ പലപ്പോഴും നല്ല കാര്യങ്ങൾ എന്ന് നമ്മൾ ഗണിക്കുന്ന പല കാര്യങ്ങളും ഈ ഭൂലോകത്ത് വെച്ച് ചെയ്യും. അതിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ അതവർക്ക് പരലോകത്ത് ഉപകരിക്കില്ല. ആ നല്ല കാര്യങ്ങൾക്കുള്ള പ്രതിഫലം ദുനിയാവിൽ നിന്ന് തന്നെ അള്ളാഹു അവർക്ക് നൽകി. അവരിവിടെ നിന്ന് ഭക്ഷണം കഴിച്ചത്, അള്ളാഹുവിന്റെ മറ്റനേകം നിഅമത്തുകൾ അവർ ഈ ദുനിയാവിൽ ആസ്വദിച്ചത് അതിനുള്ള പ്രതിഫലമാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. പരലോകത്ത് അവർക്കത് ഉപകരിക്കില്ല. وَقَدِمْنَا إِلَى مَا عَمِلُوا مِنْ عَمَلٍ فَجَعَلْنَاهُ هَبَاءً مَنْثُورًا. അവർ ചെയ്തിട്ടുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരണയുടെ സന്ദർഭത്തിൽ അതിനെ ഹബാഉ മൻസൂറാക്കി തീർക്കും. ഒരിക്കലും ത്രാസിൽ കനം തൂങ്ങാത്ത, ധൂളിയായി പറന്നു പോകുന്ന ഹബാഉ മൻസൂറാക്കി തീർക്കും. മറിച്ച് തൗഹീദ് ഒരാൾ ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ, ഹകീം ഇബ്നു ഹിസാം റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം ചോദിച്ചിട്ടുള്ള ചോദ്യത്തിന് റസൂലുള്ളാഹി നൽകിയ ഉത്തരം, ജാഹിലിയ്യ കാലഘട്ടത്തിൽ ഞാൻ പല നന്മകളും ചെയ്തിരുന്നു, തൗഹീദ് ഉൾക്കൊള്ളുന്നതിന് മുമ്പ് പല നന്മകളും ചെയ്തിരുന്നു. സിലത്തുർ റഹിം വൽ ഇസാഖ വൽ ഇഹ്സാനു ഇലൽ മസാകീൻ, പാവങ്ങളെ സഹായിക്കുന്നവനായിരുന്നു, അടിമകളെ മോചിപ്പിക്കുന്നവനായിരുന്നു, കുടുംബബന്ധം പുലർത്തുന്നവനായിരുന്നു. ഈ നന്മകളെ സംബന്ധിച്ച് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്ലംത അലാ മാ അസ്ലഫ്ത മിൻ ഖൈർ. ജാഹിലിയ്യത്തിൽ താങ്കൾ ചെയ്തിരിക്കുന്ന നന്മകൾ, ആ നന്മകൾ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് താങ്കൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. അത് താങ്കൾക്ക് അല്ലാഹു നിലനിർത്തി തരും. തൗഹീദിന്റെ മികവാണ്. തൗഹീദ് അംഗീകരിക്കാതെ പോയാൽ ഇത്തരം കാര്യങ്ങളൊന്നും പരലോകത്ത് നിലനിൽക്കില്ല. ദുനിയാവിൽ നിന്ന് അല്ലാഹു അയാൾക്ക് ചെയ്തു കൊടുക്കുന്ന നിഅമത്തോടു കൂടി ആ കാര്യങ്ങൾ അവസാനിക്കുകയും ചെയ്യും. അതിനും പുറമെ തൗഹീദ് അംഗീകരിക്കുന്ന മുഅ്മിനീങ്ങളായ മനുഷ്യരിൽ തന്നെ പാപങ്ങൾ സംഭവിക്കും. ഏറ്റവും വലിയ ഒരു വലിയ ഉബ്തുലിയ ബിഹിൽ മുസ്ലിമൂന അൽആൻ, ഈ കാലഘട്ടത്തിലുള്ള മുസ്ലിമീങ്ങൾ അവര് അനുഭവിക്കുന്ന വലിയൊരു പരീക്ഷണമാണ്. ഒരു ശരിയായ മുസ്ലിം അയാളുടെ അടുക്കൽ ഒരു തെറ്റും സംഭവിക്കില്ല എന്നുള്ള തെറ്റിദ്ധാരണ.
അത് ശുദ്ധമായ അസംബന്ധമാണ്, കടുത്ത തെറ്റിദ്ധാരണയാണ്. തെറ്റുകൾ മുഅ്മിനീങ്ങളിൽ നിന്നു തന്നെ സംഭവിക്കും. അവരെ സംബന്ധിച്ച് പറയപ്പെട്ടത്, അവർക്ക് തെറ്റുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ തദക്കറു, അവര് സംഭവിച്ചു പോയ തെറ്റിനെ കുറിച്ച് ഓർക്കും, അള്ളാഹുവിനെ അവർ അനുസ്മരിക്കും, എന്നിട്ട് അള്ളാഹുവിലേക്ക് തിരിച്ചു പോകും. ചെയ്തു പോയ തെറ്റിനുള്ള പരിഹാരമായി എന്താണോ ചെയ്യാൻ സാധിക്കുന്നത് ആ പരിഹാര മാർഗങ്ങൾ മുഴുവനും ചെയ്യും. ഇതുമാത്രമേയുള്ളൂ. അല്ലാതെ തെറ്റ് ചെയ്യാത്തവരായി, മുഅ്മിനീങ്ങൾ മുഴുവനും തെറ്റ് ചെയ്യാത്തവരാണ്, ഒരു തെറ്റുമില്ലാത്തവരാണ് എന്ന് ഒരിക്കലും തെറ്റിദ്ധരിക്കാൻ പാടില്ലാത്തതാണ്. കുല്ലു ബനി ആദമ ഖത്താ വഖൈറുൽ ഖത്താഈന തവ്വാബൂൻ. ആദമിന്റെ മക്കൾ എല്ലാവരും തെറ്റ് ചെയ്യുന്നവരാണ്. അവരിൽ നല്ലവരായ ആളുകൾ ആ തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് മടങ്ങുന്നവരാണ്, അള്ളാഹുവിലേക്ക് മടങ്ങും, അതിനുള്ള പരിഹാരക്രിയകൾ ചെയ്യും. ഇതാണ് മുഅ്മിനീങ്ങളുടെ സ്വഭാവം. പക്ഷെ ചില ആളുകൾ മനസ്സിലാക്കുക നേരെ തിരിച്ചാണ്. ഒരു തെറ്റും ചെയ്യാൻ പാടില്ല, ഒരു തെറ്റും സംഭവിക്കില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ ഒരു തെറ്റും ചെയ്യാത്തവരായി ഇവിടെ നിലകൊള്ളുകയാണെങ്കിൽ നിങ്ങളെ മാറ്റി തൽസ്ഥാനത്ത് മറ്റൊരു ജനതയെ ഞാൻ കൊണ്ടുവരും. അവര് മനുഷ്യവർഗത്തെ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് അവരിൽ തെറ്റ് സംഭവിക്കുക എന്നുള്ളതാണ്. തെറ്റ് അവരിൽ നിന്ന് സ്വാഭാവികമായി മാനുഷികമായി മനുഷ്യരെന്ന നിലക്ക് സംഭവിക്കുന്ന തെറ്റുകൾ അവരിൽ നിന്ന് സംഭവിക്കുകയും അതിന് ഇസ്തിഗ്ഫാറും തൗബയും നടത്തുകയും ചെയ്യുന്ന ആളുകളെ അവരെ ഞാൻ പകരം കൊണ്ടുവരുമെന്നാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. മനുഷ്യരിൽ നിന്ന് അള്ളാഹു ഉദ്ദേശിക്കുന്നത് അതാണ്. മലക്കുകളിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് മനുഷ്യരിൽ നിന്ന് അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ല. മലക്കുകൾ ഒരു തെറ്റും ചെയ്യാത്തവർ. ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ യുസബ്ബിഹൂന അൽ-ലൈല വൻ-നഹാറ വലാ യഫ്തുറൂൻ. ഇത് മലക്കുകളുടെ സ്വഭാവം. മനുഷ്യരങ്ങനെയല്ല. കുല്ലു ബനി ആദമ ഖത്താ. മാത്രമല്ല, അവരിൽ നിന്നൊരു തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ തദക്കറു. والذين إذا فعلوا فاحشة أو ظلموا أنفسهم ذكروا الله. അവരൊരു ഫാഹിഷത്ത് ചെയ്തു, അല്ലെങ്കിൽ സ്വന്തത്തോട് തന്നെ ദുൽമുൻ നഫ്സ് ചെയ്തു എങ്കിൽ അള്ളാഹുവിനെ കുറിച്ച് ഉടനെ തന്നെ അവർക്ക് ഓർമ്മ വരും. ഓർമ്മ വന്നു കഴിഞ്ഞാൽ ആ ചെയ്തു പോയ തെറ്റിന് പരിഹാരമെന്തോ അത് ഇസ്തിഗ്ഫാർ, തൗബ, അതുപോലെ തന്നെ അൽ ഹസനാത്തുൽ മാഹിയ ലിദ്ദുനൂബ്, അത്തരം പരിഹാരങ്ങൾ ചെയ്യും. ഇങ്ങനെ പരിഹാരങ്ങൾ ചെയ്യുന്ന, ഇസ്തിഗ്ഫാർ നടത്തുന്ന ഒരു വർഗം അവരാണ് മനുഷ്യർ. അതാണ് മനുഷ്യരിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ അവരിൽ നിന്ന് സംഭവിക്കുന്ന തെറ്റുകൾ അള്ളാഹു ചിലത് തൗബയിലൂടെ പുറത്തു കൊടുക്കും, ചിലത് ഇസ്തിഗ്ഫാറിലൂടെ പുറത്തു കൊടുക്കും, ചിലത് നല്ല പ്രവർത്തനങ്ങൾ ചെയ്തിട്ട് ആ നല്ല പ്രവർത്തനങ്ങളിലൂടെ പുറത്തു കൊടുക്കും. അങ്ങനെ അവരിൽ നിന്ന് സംഭവിക്കുന്ന തെറ്റുകൾ പുറത്തു കൊടുക്കാനുള്ള ഒരു കാരണം അത്തൗഹീദ്, അവർ ഉൾക്കൊണ്ടിരിക്കുന്ന തൗഹീദാണ്. പൂർണ്ണ രൂപത്തിൽ തൗഹീദ് ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ ഒരു മനുഷ്യനിൽ നിന്ന് സംഭവിച്ചു പോകുന്ന എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു അയാൾക്ക് പുറത്തു കൊടുക്കും. അതാണ് തൗഹീദിന്റെ പ്രത്യേകത. ഫളു തൗഹീദ് ബയാനു ഫളി തൗഹീദ് വബയാനു മാ യുകഫിറുഹു മിനൽ ദുനൂബ്. തൗഹീദ് ദുനൂബുകളെ, പാപങ്ങളെ എത്രത്തോളം പുറത്ത്, തെറ്റുകളെ എത്രത്തോളം അതിന് പ്രായശ്ചിത്തമായി അത് പുറത്തു തരുന്നതിന് കാരണമായി തൗഹീദ് വർത്തിക്കും എന്ന് വിശദീകരിക്കുന്നതിനുള്ള അധ്യായം. വഖൗലുല്ലാഹി തആല, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വചനം, الذين آمنوا ولم يلبسوا إيمانهم بظلم أولئك لهم الأمن وهم مهتدون. الذين آمنوا, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു,
എന്താ പറഞ്ഞത്? വിശ്വസിച്ച ആളുകൾ, ഈമാൻ ഉൾക്കൊണ്ടിട്ടുള്ള ആളുകൾ, വലം യൽബിസു ഈമാനഹും ബിദുൽം, അവരുടെ ഈമാനിൽ അവർ കലർത്തിയിട്ടില്ല, ബിദുൽമിൻ, ഒരു ദുൽമും കലർത്തിയിട്ടില്ല. ഉലൈക ലഹുമുൽ അംൻ, അവർക്കാകുന്നു അംന്, നിർഭയത്വമുള്ളത്. വഹും മുഹ്തദൂൻ, അവരാണ് സന്മാർഗം പ്രാപിച്ചിട്ടുള്ളവർ. സൂറത്തുൽ അൻആമിലെ 82-ാമത്തെ ആയത്ത്. ആ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. ലബസ യൽബിസു, കലർത്തി എന്നാണ് വാക്കിന്റെ അർത്ഥം. ലബ്ബസ യുലബ്ബിസു എന്ന് പറഞ്ഞാൽ ആശയക്കുഴപ്പമുണ്ടാക്കി എന്നാണ് അർത്ഥം. തെൽബീസ് ചെയ്തു. ലബസ യൽബിസു ബി എന്ന തഅദിയത്തിന്റെ അക്ഷരം കൊടുക്കുമ്പോൾ കലർത്തി. ഇവിടെ കൂട്ടിക്കലർത്തുന്നില്ല ഒരു ദുൽമും. ദുൽം എന്ന് പറയുന്നത് 3 രൂപത്തിലാണ്. ഒന്ന് അൽ-ദുൽം, നിരുപാധികമായി പറയുന്ന ഏറ്റവും വലിയ ദുൽമ്. അള്ളാഹുവിന്റെ കാര്യത്തിൽ ഒരാൾ ചെയ്യുന്ന ദുൽമ്, അഥവാ അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്നുള്ള ദുൽമ്. രണ്ടാമത്തേത് ദുൽമുൻ നഫ്സ്, ഒരാൾ സ്വന്തത്തോട് കാണിക്കുന്ന ദുൽമ്. മൂന്നാമത്തേത് ദുൽമുൽ ഇബാദ്, മറ്റുള്ള മനുഷ്യരോട് കാണിക്കുന്ന ദുൽമ്. ഇങ്ങനെ ദുൽമ് 3 തരത്തിലാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ദുൽമ് മുത്ലഖായ എല്ലാ ദുൽമിനെയും അലൽ ഉമൂം, ഉമൂമിലാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് സഹാബിമാർക്ക് തോന്നി ആയത്തിറങ്ങിയപ്പോൾ. ഒരു ദുൽമും അവരുടെ ഈമാനിൽ കൂട്ടിക്കലർത്തിയിട്ടില്ല. അള്ളാഹിനോടുള്ളതാകട്ടെ, നഫ്സിനോടുള്ളതാകട്ടെ, മറ്റുള്ള സഹജീവികളോടുള്ളതാകട്ടെ, അങ്ങനെയുള്ള ഒരു ദുൽമും കൂട്ടിക്കലർത്താത്ത ആളുകൾ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ, അവർക്കാണ് അംന്, അവർക്കാണ് ഹിദായത്ത് എന്ന് പറഞ്ഞപ്പോൾ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നു. ഈ ആയത്തിറങ്ങിയപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിൽ നിന്നുള്ള റിവായത്തിൽ പറയുന്നു, ലമ്മാ നസലത് അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ ഖുൽനാ യാ റസൂലല്ലാഹ്, ഈ ആയത്തിറങ്ങിയപ്പോൾ ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, അയ്യുനാ ലാ യസ്ലിമു നഫ്സഹ, ഞങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് സ്വന്തത്തോട് ദുൽമ ചെയ്യാത്തവരായിട്ടുള്ളത്? അള്ളാഹിനോട് ദുൽമ ചെയ്യാത്ത, അഥവാ അള്ളാഹിനോട് ചെയ്യേണ്ട തൗഹീദ്, ആ കടമയിൽ വീഴ്ച വരുത്താത്തവരുണ്ടാകാം. അതുപോലെ തന്നെ മറ്റുള്ള ആളുകളോടുള്ള ദുൽമ്, അതിൽ വീഴ്ച വരുത്താതെ ദുൽമ് കാണിക്കാതെ പോയ ആളുകളുണ്ടാകാം. പക്ഷെ ദുൽമുൻ നഫ്സെങ്കിലും, സ്വന്തത്തിന്റെ കാര്യത്തിലെങ്കിലും ദുൽമ് സംഭവിക്കാത്ത ആളുകൾ ആരാണ് നബിയെ? ഖാല ലൈസ കമാ തഖൂലൂൻ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദുൽമിനെ ഉമൂമിൽ അവർ മനസ്സിലാക്കി. പൂർണ്ണ ദുൽമിന്റെ എല്ലാ ഇനങ്ങളും അതിൽ ഉൾപ്പെടുമെന്നാണ് അവർ മനസ്സിലാക്കിയത്. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ല, നിങ്ങൾ പറയുന്നത് പോലെയല്ല കാര്യം. ലൈസൽ അംറു കമാ തളുന്നൂൻ, കാര്യം നിങ്ങൾ കരുതുന്നത് പോലെയല്ല. ഇന്നമൽ മുറാദു ബിഹി അശ്ശിർക്ക്, ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ദുൽമ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് ശിർക്കാണ്. അലം തസ്മഉ ഇലാ ഖൗലി റജുലി സ്വാലിഹ് യഅനി ലുഖ്മാൻ. ലുഖ്മാനു അലൈഹിസ്സലാം, അള്ളാഹുവിന്റെ സ്വാലിഹായ അബ്ദ്, അദ്ദേഹം പറഞ്ഞിട്ടുള്ള വചനം നിങ്ങൾ കേട്ടില്ലേ? അള്ളാഹു ഖുർആനിൽ ഉദ്ധരിച്ചിട്ടുള്ളത്, ഇന്ന ശിർക ലദുൽമുൻ അളീം. തന്റെ മകനെ ഉപദേശിക്കുമ്പോൾ, യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്ന ശിർക ലദുൽമുൻ അളീം, മകനെ നീ അള്ളാഹുവിൽ പങ്കുചേർക്കരുത്. ഇന്ന ശിർക ലദുൽമുൻ അളീം,
നിശ്ചയമായും ശിർക്ക് അതാണ് ഏറ്റവും വലിയ ഏറ്റവും വലിയ ദുൽമ്. ആ ദുൽമാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വിശദീകരിച്ചു കൊടുത്തു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ദുൽമ് അഥവാ ശിർക്ക് ദുൽമാണ് എന്ന് പറഞ്ഞ ആ വലിയ ദുൽമ് ഒരാളിൽ നിന്ന് സംഭവിച്ചാൽ അത് അല്ലാഹു അയാൾക്ക് പുറത്തു കൊടുക്കില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അതുകൊണ്ട് അദ്ദേഹത്തിന്റെ നന്മകളെല്ലാം തന്നെ പാഴാക്കി കളയും. അയാൾക്ക് സ്വർഗം നിഷിദ്ധമാക്കും. അയാൾക്ക് നരകത്തിൽ പ്രവേശിക്കേണ്ടി വരും. ദുനിയാവിൽ അയാൾ ദീനിൽ നിന്ന് പുറത്താണ്, പരലോകത്ത് അയാൾ നരകത്തിൽ ശാശ്വതനാണ്. ആ ശിർക്ക് അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതിൽ താഴെയുള്ള ശിർക്കുകൾ, ആ ശിർക്കിനെ സംബന്ധിച്ച് അതിൽ താഴെയുള്ള ദുൽമുകൾ, ശിർക്കല്ല അതിൽ താഴെയുള്ള ദുൽമുൻ നഫ്സ്, അതിനെ സംബന്ധിച്ച് അത് സംഭവിച്ചാലും ഒരാൾ ദീനിൽ നിന്ന് പുറത്തു പോകുന്നില്ല. അയാൾക്ക് അമ്നും ഹുദയും തീർത്തും നിഷേധിക്കപ്പെടുന്നില്ല. അയാൾ പരലോകത്ത് നരകത്തിൽ ശാശ്വതമായി കഴിച്ചുകൂട്ടേണ്ടി വരില്ല. ആ കാര്യം ഉറപ്പാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ثم أورثنا الكتاب الذين اصطفينا من عبادنا. പിന്നീട് ثم أورثنا الكتاب, ഗ്രന്ഥം നാം അനന്തരം നൽകി. الذين اصطفينا من عبادنا, നമ്മുടെ അടിയാറുകളിൽ നിന്നും നാം തിരഞ്ഞെടുത്ത, അള്ളാന്റെ ഇസ്തീഫ, അള്ളാഹ് തിരഞ്ഞെടുത്തിട്ടുള്ള അടിയാറുകൾക്ക് അള്ളാഹു ഗ്രന്ഥമേൽപ്പിച്ചു കൊടുത്തു. അള്ളാഹ് തിരഞ്ഞെടുത്ത, അള്ളാഹ് ഗ്രന്ഥമേൽപ്പിച്ചു കൊടുത്ത, അള്ളാഹ് തിരഞ്ഞെടുത്ത നല്ല അടിയാറുകളുടെ വിശേഷണം പറയുമ്പോൾ പറഞ്ഞു, ഫമിൻഹും ളാലിമുൻ ലിനഫ്സി, അവരുടെ കൂട്ടത്തിൽ സ്വന്തത്തോട് ദുൽമ ചെയ്യുന്നവരുണ്ട്. വമിൻഹും മുഖ്തസിദ്, അവരുടെ കൂട്ടത്തിൽ മുഖത്തസുദീയങ്ങളുണ്ട്, മധ്യമ സ്വഭാവത്തിൽ പോകുന്ന ആളുകളുണ്ട്. വമിൻഹും സാബിഖും ബിൽ ഖൈറാത്തി ബിഇദ്നില്ലാഹ്, അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഖൈറാത്തിലേക്ക്, നന്മകളിലേക്ക് മുന്നേറുന്ന, മത്സരിച്ച് മുന്നേറുന്ന ആളുകളുണ്ട്. അവർ 3 വിഭാഗമാണ്. ദാലിക ഹുവൽ ഫളലുൽ കബീർ, അതാണ് ഏറ്റവും വലിയ അള്ളാഹുവിന്റെ ഔദാര്യം. ഇവിടെ അള്ളാന്റെ ഇസ്തീഫ ലഭിച്ചിട്ടുള്ള ആളുകൾ, അവരെ അള്ളാഹു 3 ആക്കി വിഭജിച്ചു. സൂറത്തു ഫാത്തിറിലുള്ള 32-ാമത്തെ ആയത്താണ്. അള്ളാഹു തിരഞ്ഞെടുത്തിട്ടുള്ള അവന്റെ ഇഷ്ടദാസന്മാരിൽ തന്നെ 3 വിഭാഗം. ഒന്ന്, സാബിഖും ബിൽ ഖൈറാത്തി ബിഇദ്നില്ലാഹ്, അള്ളാഹുവിന്റെ പ്രത്യേകമായ തൗഫീഖ് കൊണ്ട് എല്ലാ നന്മകളിലേക്കും മത്സരിച്ച് മുന്നേറാൻ സാധിച്ചിട്ടുള്ള ആളുകൾ. അവര് ഫറായിദുകൾ കൃത്യമായി ഒന്നുപോലും നഷ്ടപ്പെടാതെ നിർവഹിച്ചിട്ടുള്ളവരാണ്. അവര് നവാഫിലുകൾ, ഐച്ഛികമായ കാര്യങ്ങൾ പരമാവധി വർദ്ധിപ്പിച്ചിട്ടുള്ളവരാണ്. അവര് മുഹറമായ കാര്യങ്ങളിൽ നിന്ന് തീർത്തും മാറി നിന്നിട്ടുള്ളവരാണ്. അവര് മക്രൂഹായ കാര്യങ്ങൾ ഉപേക്ഷിച്ചിട്ടുള്ളവരാണ്. അവര് ഫുദൂലായ മുബാഹാത്തുകളെ കൂടി വർജിച്ചിട്ടുള്ളവരാണ്. അനുവദിക്കപ്പെട്ട കാര്യങ്ങളിൽ തന്നെ ഫുദൂലുകൾ ഉണ്ടാകും. അനാവശ്യമായ കാര്യങ്ങൾ അതുകൂടി ഉപേക്ഷിക്കുന്നവരാണവർ. അവർക്ക് വറഅ് മാത്രമല്ല, സുഹുദ് കൂടി ഉണ്ട് എന്നർത്ഥം. എന്താണ് വറഅ്? വറഅ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൻ തത്റുക മാ തദുറുഹു ഫിൽ ആഖിറ, പരലോകത്തിൽ നിനക്ക് ദോഷം വരുത്തുന്ന കാര്യങ്ങൾ നീ ഉപേക്ഷിക്കലാണ്. അതാണ് വറഅ്. അയാൾ റജുലുൻ വരിഉൻ, വറഉള്ള വ്യക്തിയാണ് എന്ന് പറഞ്ഞാൽ പരലോകത്ത് അദ്ദേഹത്തിന് ദോഷം വരുത്തുന്ന ഒരു കാര്യത്തിലും അയാൾ ഉണ്ടാവില്ല, അത് ഉപേക്ഷിക്കുന്ന വ്യക്തിയാണ്. അതിന്റെ അടുത്തപടിയാണ് വഹുവ റജുലുൻ സാഹിദുൻ, അയാൾ സുഹുദുള്ള വ്യക്തിയാണ്. എന്താ സുഹുദിന്റെ അർത്ഥം? തർക്കു മാ ലാ യൻഫഉഹു ഫിൽ ആഖിറ, പരലോകത്തിൽ അയാൾക്ക് ഉപകാരം ചെയ്യാത്ത കാര്യങ്ങൾ തന്നെ അയാൾ ഉപേക്ഷിക്കും. ദുനിയാവിൽ അതാകാം മുബാഹാണ്, ഫുദൂലായ മുബാഹാണ്, അനാവശ്യമായ അനുവാദമുണ്ട്, പക്ഷെ അനാവശ്യമാണ് കാര്യങ്ങൾ.
അതുവരെ ഉപേക്ഷിക്കുന്നവരാണവർ. ഇതാണ് അവരുടെ പ്രത്യേകത. സാബിഖും ബിൽ ഖൈറാത്തി ബിഇذനില്ലാഹ് യഹ്ഫളൂനൽ ഫറായിദ് വയുക്സിറൂന അൻ നവാഫിൽ. ഫർളുകൾ മുഴുവനും നിർത്തും, അതുപോലെ തന്നെ നവാഫിലുകൾ ഐച്ഛികമായ കാര്യങ്ങൾ ധാരാളം ചെയ്യും. മുഹറമാത്തുകളിൽ നിന്ന് തീർത്തും മാറി നിൽക്കും. മക്രൂഹായ, മുഹറമല്ല മക്രൂഹായ കാര്യങ്ങൾ അതും ഉപേക്ഷിക്കും. അതിന്റെ പുറമെ ഫുളൂലായ മുബാഹുകളും ഉപേക്ഷിക്കും. അങ്ങനെയുള്ള ഒരു വിഭാഗം അവരിലുണ്ട്. അതിലേക്ക് എത്തുക എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ പ്രത്യേകമായ ഇതിനുകൊണ്ട്, അള്ളാഹുവിന്റെ മഹത്തായ ഫള് ഔദാര്യം കൊണ്ട്, ആ തൗഫീഖ് കൊണ്ട് ഒരാൾക്ക് അതിലേക്ക് എത്താൻ സാധിക്കൂ. അങ്ങനത്തെ ഒരു വിഭാഗം അവരിലുണ്ട്. രണ്ടാമത്തെ വിഭാഗം ളാലിമുൻ ലിനഫ്സിഹി. രണ്ടാമത്തെ വിഭാഗം മുഖ്തസിദ്. അവര് മുഖ്തസിദായ ആളുകളാണ്. അഥവാ ഫർള് ഒന്നുപോലും അവർ വീഴ്ച വരുത്തിയിട്ടില്ല, ഹറാം ഒന്നുപോലും അവർ ചെയ്തിട്ടില്ല. ഫർള് ഒറ്റൊന്നും അവർ വീഴ്ച വരുത്താതെ മുഴുവൻ ഫറായിദുകളും പാലിച്ചിട്ടുള്ളവരാണ്. ഹറാമുകളിൽ ഒന്നിൽ പോലും അവർ അകപ്പെട്ടിട്ടില്ല. നവാഫിലുകളിൽ കുറവുണ്ടാകും, മക്രൂഹായ കാര്യം ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാകും, മുബാഹും അതിലെ ഫുളൂലുകളും ചിലപ്പോൾ വന്നു പോയിട്ടുണ്ടാകും. അതിന് പ്രശ്നമല്ല. അവരാണ് മുഖ്തസിദീങ്ങൾ. ഫർള് മുഴുവൻ ചെയ്തു, ഹറാം ഒന്നും ചെയ്തതുമില്ല. എന്നാൽ മൂന്നാമത്തെ വിഭാഗം പറഞ്ഞു ളാലിമുൻ ലിനഫ്സി. അവര് അല്ലറ ചില്ലറ കാര്യങ്ങൾ, ഫർളുകളിൽ തന്നെ ഒരു ചെറിയ വീഴ്ചയൊക്കെ വന്നിട്ടുണ്ടാകാം. മുഹറമായ ഹറാമായ ചില കാര്യങ്ങൾ അവരിൽ നിന്ന് സംഭവിച്ചു പോയിട്ടുണ്ടാകാം. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഹുദയിൽ നിന്നും, അള്ളാന്റെ അമ്നിൽ നിന്നും, അള്ളാന്റെ ഇസ്തിഫായിൽ നിന്നും പൂർണ്ണമായും അവർ മാറ്റി നിർത്തപ്പെടുന്നില്ല. അള്ളാഹ് തിരഞ്ഞെടുത്ത, അള്ളാന്റെ അമ്ന് ലഭിക്കുന്ന, അള്ളാന്റെ ഹുദ ലഭിച്ചിട്ടുള്ള ആളുകളിൽ ഇവരും ഉൾപ്പെടും. തീർത്തും അമ്ന്, ഒരു അമ്നും ദുനിയാവിലും പരലോകത്തിലും അമ്ന്, നിർഭയത്വം ഒട്ടും കിട്ടാത്ത ആളുകൾ, ദുനിയാവിലും പരലോകത്തിലും ഹുദ ഒരിക്കലും കൈവരിക്കാത്ത ആളുകൾ അവരാരാണ്? അവര് ഈ മൂന്ന് തരത്തിലുള്ള ദുൽമുകളും ചെയ്തിട്ടുള്ളവരാണ്. ശിർക്ക് ചെയ്തു, പിന്നെ ബാക്കിയുള്ളത് പറയേണ്ടതില്ല. ശിർക്ക് വന്നാൽ ബാക്കിയുള്ളതൊക്കെ, അതിന്റെ താഴെയുള്ളതൊക്കെ അതിന്റെ അപ്പുറം ഉള്ളത് വേറെ ഉണ്ടാകുകയും ചെയ്യും. അതോടുകൂടി തന്നെ അവരോടുള്ള ദുൽമുണ്ട്, ഹൽക്കലിനോട്, സൃഷ്ടികളോടുള്ള ദുൽമുണ്ട്. അള്ളാഹിനോടുള്ള, ഖാലിഖായ അള്ളാഹിനോട് ദുൽമ ചെയ്യുന്ന ആളുകൾക്ക് പിന്നെ മഖ്ലൂഖുകളോട് ദുൽമ ചെയ്യാൻ, സ്വന്തത്തോട് ദുൽമ ചെയ്യാൻ ഒരു പ്രയാസം ഉണ്ടാവില്ല, ധാരാളം ചെയ്തവരാണ്. ഇങ്ങനെ ഈ മൂന്ന് ദുൽമും ഒരുമിച്ച് കൂട്ടിയ ആളുകൾക്ക് ദുനിയാവിൽ ഒട്ടും അമ്നില്ല, പരലോകത്തിൽ അവർക്ക് ഒട്ടും അമ്നില്ല. എന്നാൽ നേരത്തെ നമ്മൾ പറഞ്ഞ സാബിഖും ബിൽ ഖൈറാത്ത് എന്ന് പറഞ്ഞ ആളുകൾ, ഫമൻ സലിമ മിൻ അജ്നാസിൽ ളുൽമി സലാസ, ളുൽമിന്റെ മൂന്ന് ഇനങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട ആളുകൾ, അള്ളാഹുവിനോട് ളുൽമ് കാണിച്ചിട്ടില്ല, ശിർക്ക് വന്നിട്ടില്ല, അള്ളാഹുവിന്റെ സൃഷ്ടികളോട്, സഹജീവികളോട് അവർ ഒരു ളുൽമും ചെയ്തിട്ടില്ല, സ്വന്തത്തോടും അവർ ളുൽമ് ചെയ്തിട്ടില്ല. ശിർക്ക് വ ളുൽമുൽ ഇബാദ് വ ളുൽമു നഫ്സി, ശിർക്കില്ല, പടപ്പുകളോടുള്ള ദുൽമില്ല, സ്വന്തത്തോടുള്ള ദുൽമില്ല. ഇത് മൂന്നിൽ നിന്നും രക്ഷപ്പെട്ട ആളുകൾ കാന ലഹുൽ അംനു താമ്മു വൽ ഇഹ്തിദാഉ താം, അവർക്കാണ് പൂർണ്ണമായ നിർഭയത്വം ദുനിയാവിൽ, നാളെ പരലോകത്തിൽ. പൂർണ്ണമായ നിർഭയത്വം എന്ന് പറഞ്ഞാൽ അള്ളാന്റെ ഒരു പരീക്ഷണം അവർക്കുണ്ടാകൂല എന്നല്ല, പരീക്ഷണം അവർക്കുണ്ടായിക്കൊണ്ടേയിരിക്കും. പക്ഷേ എന്തുതരം പരീക്ഷണങ്ങൾ വന്നാലും അതവർക്ക് വിജയിക്കാൻ സാധിക്കുന്നു. അവർ ആ ഫിത്നയിലും ബലായിലും അകപ്പെടുന്നില്ല, അവർ വിജയിക്കുന്നു. ലാ യദുർറുഹും മൻ ഖാലഫഹും വലാ മൻ ഖദലഹും, അവർക്ക് മുറ് വരുത്താൻ, അവർക്ക് ദ്രോഹം വരുത്താൻ ആർക്കും സാധ്യമല്ല. അവരോട് എതിര് ചെയ്യുന്ന ബാഹ്യ ശത്രുക്കൾക്ക് സാധ്യമല്ല. അതാണ് മുഖാലിഫീങ്ങൾ. വലാ മൻ ഖദലഹും, മുഹദ്ദിരീങ്ങൾക്കും സാധ്യമല്ല. മുഹദ്ദിരീങ്ങൾ എന്ന് പറഞ്ഞാൽ പുറത്തു നിന്നുള്ള ആൾക്കാരല്ല, സ്വന്തം ആൾക്കാരാണ്, ഒപ്പം നിൽക്കും, കൂടെ നിൽക്കും, എന്നിട്ട് പാര വെക്കുന്ന ആളുകൾ, അവർക്കും സാധ്യമല്ല. ഹത്താ യഅതി അംറുല്ലാഹ്, മുറ് വരുത്താൻ സാധിക്കില്ല. അവർക്കൊക്കെ ചെയ്യാൻ സാധിക്കുന്നത് ലൻ യദുറൂകും ഇല്ല അദ, അത മാത്രമാണ്.
അതാന്ന് പറഞ്ഞാൽ ആരെയാണോ നമ്മൾ ഉപദ്രവിക്കാൻ ഉദ്ദേശിക്കുന്നത് അയാളുടെ മേൽ ഉപദ്രവം വരുത്താൻ സാധിക്കുന്നുവെങ്കിൽ അത് മുറാകും, ഉപദ്രവം വരുത്താൻ പറ്റുന്നില്ലെങ്കിൽ അത് അതാകും. അള്ളാഹ്ക്ക് ഈദാഹ് നടത്തുന്ന ആളുകളുണ്ട്. യുദൂനല്ലാഹ വറസൂല, അള്ളാഹുവിനെയും അള്ളാഹിന്റെ റസൂലിനെയും ഈദാഹ് നടത്തുന്ന ആളുകളുണ്ട്. ഇപ്പൊ റസൂലിനെ കുറിച്ച് ചീത്ത പറയുന്ന ആളുകൾ, പരിഹസിക്കുന്ന ആളുകൾ, അത് ഈദാ ആണ്. നബിക്കത് കൊള്ളില്ല. അള്ളാഹുവിനെ കുറിച്ച് പരിഹസിക്കുന്ന, അള്ളാഹിന്റെ വചനങ്ങൾ കളവാക്കുന്ന ആളുകളുണ്ട്. അള്ളാഹുവിന് ഇവരുടെ പരിഹാസമോ ഇവര് കളവാക്കുന്ന കള്ളത്തരങ്ങളോ ഒന്നും അള്ളാഹുവിന് ഏൽക്കില്ല. അത് ഈദാഹ് മാത്രമാണ്. യാ ഇബാദി ഇന്നകും ലൻ തദുറൂനി ഇന്നകും ലൻ തബ്ലുഗൂ ദുർരി ഫതദുറൂനി. എന്റെ അടിയാറുകളെ, നിങ്ങൾക്ക് ആർക്കും ഒരു മുറും എനിക്ക് വരുത്തി വെക്കാൻ സാധ്യമല്ല. കഴിയുമെങ്കിൽ നിങ്ങൾ എനിക്ക് മുറു വരുത്തുകയും സാധ്യമല്ല. എന്നതുപോലെ ശരിയായ മുഅ്മിനീങ്ങൾക്ക് ഈ 3 ദുൽമിൽ നിന്നും തീർത്തും രക്ഷപ്പെട്ട ആളുകൾ അള്ളാഹിനോട് കാണിക്കുന്ന ദുൽമ്, വദുൽമുൽ ഇബാദ്, വദുൽമു നഫ്സി, 3ൽ നിന്നും രക്ഷപ്പെട്ട ആളുകളാണെങ്കിൽ അവർക്ക് പൂർണ്ണമായ അമ്നാണ്. അവർക്ക് ഈദാഹുകൾ ഉണ്ടാവും, പക്ഷെ ഒരിക്കലും ഒരു ദുർറ് അവർക്ക് ബാധിക്കില്ല. അത് അകത്തുനിന്നുള്ളവർക്കും വരുത്താൻ കഴിയില്ല, പുറത്തുനിന്നുള്ള ശത്രുക്കൾക്കും വരുത്താൻ കഴിയില്ല. ഹത്താ യഅതി അംറുല്ലാഹ്, അള്ളാഹിന്റെ കൽപ്പന വരുന്നത് വരെ. അവർക്കിവിടെ ദുനിയാവിൽ അള്ളാഹ് സുരക്ഷിതത്വം കൊടുക്കും, പരലോകത്തിലും അവർക്ക് സുരക്ഷിതത്വം നൽകും. അവർക്ക് അള്ളാഹു ദുനിയാവിൽ ശുബ്ഹാത്തുകളിൽ നിന്നും ശഹവാത്തുകളിൽ നിന്നും രക്ഷ നൽകും. നേരായ മാർഗത്തിലേക്ക്, അള്ളാഹുവിന്റെ സബീലിലേക്ക് വഴി ചേർത്ത് കൊടുക്കും. പരലോകത്തവർക്ക് പൂർണ്ണമായ നിർഭയത്വമായിരിക്കും. സ്വർഗത്തിലേക്ക് അള്ളാഹു അവരെ അനായാസം വഴി ചേർത്ത് കൊണ്ടുപോവുകയും ചെയ്യും. ഇതാണ് അതിന്റെ കാര്യം. എന്നാൽ والظلم المطلق التام رافع للأمن والهدى والمطلق التام. എന്നാൽ മുത്ലഖായ ദുൽമ്, പൂർണ്ണമായ ദുൽമ്, ഒരാൾ ശിർക്കും ചെയ്യുന്നു, ദുൽമുൻ നഫ്സും ചെയ്യുന്നു, ദുൽമുൽ ഇബാദും ചെയ്യുന്നു, അയാൾക്ക് യാതൊരു തരത്തിലുള്ള അമ്നുമില്ല. ഈ ദുനിയാവിലില്ല, പരലോകത്തിലില്ല. അവരുടെ അവസ്ഥ പറഞ്ഞു, ഫകഅന്നമാ ഹർറ മിനസ് സമാ, ആകാശത്തിൽ നിന്ന് അവൻ കാല് തെറ്റി വീണവനെ പോലെയാണ്. വീണിട്ട് ഭൂമിയിലേക്ക് അവൻ എത്തുന്നില്ല. അങ്ങനെ അവൻ വീണുകൊണ്ടേയിരിക്കുകയാണ്, പതിച്ചുകൊണ്ടിരിക്കുന്നു. അതിനിടയിൽ ഒരു വലിയ കാറ്റ് വന്നവനെ പിടികൂടുന്നു, അല്ലെങ്കിൽ ഒരു പക്ഷി വന്നവനെ റാഞ്ചിക്കൊണ്ടുപോകുന്നു. അല്ലെങ്കിൽ കാറ്റ് അവനെയും കൊണ്ട് ആഞ്ഞു വീശി അവസാനം വലിയൊരു ഗർത്തത്തിൽ അവനെ കൊണ്ടുപോയി വീഴ്ത്തിക്കളയുന്നു. ഈ മാതിരിയുള്ള പേടികളും അസ്വസ്ഥതകളും ആണ് അവരുണ്ടായിത്തീരുക. ഒരിക്കലും അവനുണ്ടാവില്ല. അള്ളാനെ വിട്ട് മറ്റുള്ളവരെ ഇലാഹുകളായി സ്വീകരിച്ച ആളുകളുടെ മാനസികാവസ്ഥ അതാണ്. അത്തരക്കാരായ ആളുകളുമായിട്ട് ഒന്ന് അടുത്ത് ഇടപഴകി നോക്കൂ. അവരുടെ മനോസംഘർഷത്തിന്റെ ആ തീവ്രത അപ്പോഴേ മനസ്സിലാകുള്ളൂ. എന്നിട്ട് സൂറത്തുൽ ഹജ്ജിൽ അള്ളാഹു പറഞ്ഞിട്ടുള്ള ഈ ആയത്തൊന്ന് വായിച്ചു നോക്കുക. അവരുടെ മാനസികാവസ്ഥ, അവരുമായി അടുത്തിടപഴകിയിട്ട് മാനസികാവസ്ഥ, സംഘർഷം, മനോസംഘർഷം ഒന്ന് മനസ്സിലാക്കിയിട്ട് മുശ്രിക്കുകളെ സംബന്ധിച്ച് ഖുർആനിൽ അള്ളാഹ് പറഞ്ഞിട്ടുള്ള ഈ വചനം ഒന്ന് വായിച്ചു നോക്കുക. വമൻ യുശ്രിക് ബില്ലാഹ് ഫകഅന്നമാ ഖർറ മിനസ് സമാ. ആകാശത്തുനിന്ന് അവരിങ്ങോട്ട് വീഴുകയാണ്. വീണിട്ട് ഭൂമിയിലേക്ക് എത്തുന്നില്ല, വീടുകൊണ്ടേയിരിക്കുകയാണ്. അതിനിടയിൽ ഒരു പക്ഷി അവനെ വന്ന് റാഞ്ചുന്നു. ഒരു പക്ഷി വന്നിട്ട് അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, അവിടെ സമാധാനമുണ്ട്, ഇവിടെ സമാധാനമുണ്ട് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകുന്നു. അവൻ 4 വഴിക്കും ചിതറുകയാണ്. കാരണം അള്ളാഹുവിൽ നിന്ന് വിട്ട, അള്ളാഹുവിൽ നിന്നുള്ള ഈമാൻ വിട്ട, മറ്റുള്ളവരിൽ സൃഷ്ടികളിൽ ഈമാനിലേക്ക് പോയ, അവരിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കൊണ്ടിരിക്കും. ഏതൊരു കാറ്റടിച്ചാലും ആ കാറ്റ് അവനെ അങ്ങോട്ടും ഇങ്ങോട്ടും, അത് ആ കാറ്റ് അവനെയും കൊണ്ട് ആഞ്ഞു വീശും. അവസാനം ഈ കാറ്റ് അവനെ കൊണ്ടുപോകുന്നത് ഒരു വലിയ ഗർത്തത്തിലേക്ക് കൊണ്ടുപോയിട്ട് അവനെ വീഴ്ത്തിക്കളയും. ഇതാണ് അവന്റെ അവസ്ഥ. അങ്ങനെ അവസാനം ആ ഗർത്തത്തിൽ വീണ് നശിക്കുന്ന മുശ്രിക്കുകളെ നമ്മൾ കാണുന്നുണ്ട്. അവന്റെ മാനസികാവസ്ഥ വല്ലാത്തൊരവസ്ഥയാണ്. രാവിലെ ഒരു വാഹനം എടുത്തിട്ട്, കാറെടുത്തിട്ട് ആ കാറുമായിട്ട് മുന്നോട്ട് പോകാൻ അവന് ധൈര്യമല്ല. ആദ്യം മുന്നിക്കെടുത്തിട്ടേ പിന്നെ പിന്നിക്കെടുക്കാൻ പറ്റുള്ളൂ. കുരുത്തക്കള് പലർക്കും
അതിനിങ്ങോട്ട് തിരിയുമ്പോഴാണ് ഒരു പൂച്ചെങ്ങാണ്ടും കറുത്തൊരു പൂച്ചയായിരുന്നു ഇടത്തോട്ട് പാല്. അന്ന് അവൻ നിർബന്ധമായും ചെയ്യേണ്ട കാര്യം അവിടെ മുടക്കിയിട്ട് താക്കോൽ അവിടുന്ന് പൂട്ടിയിട്ട് നേരെ അകത്തവിടെ കയറിയിട്ട് പേടിച്ചിരിക്കും എന്തോ കുറ്റക്കെട് വരാണ്ട്. ഇങ്ങനെ അവൻ ഭയപ്പെടാത്ത, അവൻ പേടിച്ച് ചൂളാത്ത ഒരു വസ്തു ഭൂമിയിലില്ല. ഒരു കാക്കയാണെങ്കിൽ, ഒരു പൂച്ചയാണെങ്കിൽ, ഒരു പട്ടിയാണെങ്കിൽ, ഒരു പന്നിയാണെങ്കിൽ, ഒരു മനുഷ്യനാണെങ്കിൽ എന്തിനും പേടിയാണ്. ഏത് പക്ഷിയും അവൻ അനായാസം അങ്ങോട്ടും ഇങ്ങോട്ടും റാഞ്ചിക്കൊണ്ടുപോകുന്നു. ഏത് കാറ്റും അവന്റെ മനസ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലച്ചു കളയുന്നു. അവസാനം അടിച്ചു വീഴ്ചി ഒരു വലിയ നാശത്തിന്റെ കുഴിയിലേക്ക് അവനെ കൊണ്ടുപോയി വീഴ്ത്തിക്കളയുന്നു. ഇത് മുശ്രിക്കിന്റെ മനസ്സ്. മുശ്രിക്കിനെ നിങ്ങളൊന്ന് ശരിക്കും ഇവാലുവേറ്റ് ചെയ്ത് നോക്കൂ. ഈ ആയത്തിൽ പറഞ്ഞത് കാണും. അവർക്ക് എവിടെയാണ് അമ്യം? മറിച്ച് അള്ളാഹുവിൽ വിശ്വസിക്കുന്ന, അടിയുറച്ച് വിശ്വസിക്കുന്ന, അചഞ്ചലമായി വിശ്വസിക്കുന്ന, അള്ളാഹുവിൽ കാര്യങ്ങൾ ഭരമേൽപ്പിക്കുന്ന ഒരാൾ നിർഭയനാണ്. അയാൾ തീർത്തും നിർഭയനാണ്. എന്റെ എല്ലാ കാര്യവും ഈ ലോകത്തെ മുഴുക്കെ, ഈ പ്രപഞ്ചത്തെ മുഴുക്കെ കൃത്യമായി ഭരിച്ച് നിയന്ത്രിച്ചു കൊണ്ടുപോകുന്ന അള്ളാഹുവിൽ ഞാൻ ഭരമേൽപ്പിച്ചു. അങ്ങനെ ഭരമേൽപ്പിച്ച ഒരാൾക്ക് എന്താ ഭയപ്പെടാറുള്ളത്? ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ്, എന്റെ കാര്യം അള്ളാഹു നോക്കിക്കൊള്ളു. വീട്ടിൽ നിന്ന് ഇറങ്ങാണ്, അല്ലാഹുമ്മ അൻത സ്വാഹിബു ഫിസ്സഫർ വൽ ഖലീഫതു ഫിൽ അഹ്ൽ, അത് പറഞ്ഞിട്ട് അള്ളാഹനെ ഏൽപ്പിച്ചിട്ടാണ് ഇറങ്ങുന്നത്. യാത്ര ഞാൻ അറിയാത്ത പുതിയ വഴികളിലൂടെയാണ്. പക്ഷെ ഞാൻ എന്തിനു ഭയപ്പെടണം? യാത്രയിൽ എന്റെ കൂട്ടാളി റബ്ബേ നീയാണ്, എല്ലാം കഴിയുന്ന, എല്ലാം അറിയുന്ന നീയാണ് റബ്ബേ എന്റെ കൂട്ടാളി. ഞാൻ പോയാൽ എന്റെ കുടുംബം, ഞാൻ എന്തിന് അസ്വസ്ഥമാകണം? വൽ ഖലീഫതു ഫിൽ അഹ്ൽ, ഞാൻ പോയാൽ എന്റെ കുടുംബത്തെ നോക്കുന്നത്, എന്റെ ഖലീഫയായിട്ടുള്ളത് അല്ലാഹുവാണ്. അവൾ ഓളങ്ങളില്ലാത്ത, സംഘർഷങ്ങളില്ലാത്ത, അസ്വസ്ഥതകളില്ലാത്ത പൂർണ്ണമായ ആ ശാന്തമായ, ആ സ്വച്ഛമായ ആ മനസ്സമാധാനത്തോടു കൂടി അയാൾ ഉറങ്ങുന്നു, ഉണരുന്നു, ജീവിക്കുന്നു, യാത്ര പോകുന്നു, നാട്ടിൽ താമസിക്കും. അതാണ് മുഅ്മിൻ. അയാൾക്ക് അമ്നുണ്ട്, അയാൾക്കൊന്നും ഭയപ്പെടാനില്ല. എന്തെങ്കിലും ഒരു ഷർറ് വന്നാൽ അത് ഞാൻ ജനിക്കുന്നതിന്റെ മുമ്പ്, ആകാശവും ഭൂമിയും അല്ല പടക്കുന്നതിന് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ ഇൽമുൽ ആദിയിൽ മുൻകഴിഞ്ഞതും ലൗഹിൽ രേഖപ്പെടുത്തിയതുമാണ്. അത് നടക്കുന്നേയും. ഞാൻ ബേജാറായിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമല്ല. അങ്ങനെ എന്തെങ്കിലും വന്നാൽ അതിൽ ഇൻഷാ അല്ലാഹ് യകുൻ ഫീഹി ഖൈർ, അതിന് ഖൈറുണ്ടാകും. എനിക്കൊരു പരീക്ഷണമാണെങ്കിൽ, ഇല്ല, ഞാൻ ആ പരീക്ഷണത്തെ വെറുക്കുന്നില്ല. ആ പരീക്ഷണത്തിലൂടെ ഒന്നുകിൽ ഞാനിപ്പോൾ വഴിതെറ്റി സഞ്ചരിക്കുന്നു, മനുഷ്യ നീ പിറകോട്ട് തിരിഞ്ഞു നോക്കണം, എവിടെയാണോ പാളത്തിൽ തെറ്റിയത് അവിടെ നിന്ന് നീ റെയിലിലേക്ക് തന്നെ തിരിച്ചു കയറാൻ, അതിന് അല്ലാഹു നൽകുന്ന ഒരു സന്ദേശമാണത്. അല്ല, ഞാൻ നേരായ വഴിയിൽ തന്നെ പോകുന്നുവെങ്കിൽ എന്റെ അടുക്കൽ സംഭവിച്ചു പോയ ചില തെറ്റുകൾ ഉണ്ടാകാം. ആ തെറ്റുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരാൻ അതിനുള്ള പ്രായശ്ചിത്തമായി അല്ലാഹു എനിക്ക് നൽകുന്നതാകാം. അപ്പോഴും എനിക്ക് മെച്ചമാണ്. ഇനി അതൊന്നുമല്ലെങ്കിൽ അല്ലാഹു എനിക്ക് കണക്കാക്കിയ ഒരു ദറജയുണ്ട്, ഒരു മർത്തബ, ഒരു ദറജ, പദവി. ആ പദവിയിലേക്ക് അമല് കൊണ്ട് എനിക്ക് അമല് ചെയ്ത് മുന്നേറാൻ സാധിക്കുന്നില്ലെങ്കിൽ ഇതിലൂടെ അല്ലാഹു എന്നെ ഉയർത്തിക്കൊണ്ടുവരികയാണ്. ഏതർത്ഥത്തിലും ഖൈറാണ്. ആജബൻ ലി അംരിൽ മുഅ്മിൻ, ഒരു മുഅ്മിനിന്റെ കാര്യം മഹാത്ഭുതം തന്നെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ, അവന്റെ കാര്യങ്ങൾ മുഴുക്കെ അവന്റെ ഗുണകരം മാത്രമാണ്. വലൈസ ദാലിക ലിഅഹദിൻ ഇല്ലാ ലിൽ മുഅ്മിൻ, ഈ അവസ്ഥ, ജീവിതത്തിന്റെ രണ്ടവസ്ഥകളും, ഖൈറും ഷർറും, പരീക്ഷണവും പരീക്ഷണമില്ലാത്ത ഘട്ടവും, രണ്ടും ഒരുപോലെ ഗുണകരമായി തീരുന്നത് ഒരു മുഅ്മിനിനു മാത്രമാണ്. മറ്റൊരാൾക്കതില്ല കേട്ടോ. ഇന്ന സ്വാബത്തുഹു സറാഉ ശകർ ഫകാന ഖൈറല്ല വഇന്ന സ്വാബത്തുഹു ലറാഉ സബർ ഫകാന ഖൈറല്ല. അവനൊരു നല്ല കാര്യമാണ് കിട്ടിയതെങ്കിൽ അല്ലാഹുക്ക് ശുക്ർ ചെയ്യുന്നു, അത് ഗുണകരമായി ഭവിക്കുന്നു. അയാൾക്ക് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, പരീക്ഷണമാണ് വരുന്നതെങ്കിൽ സ്വബർ, അയാൾ ക്ഷമിക്കുന്നു, ക്ഷമയുടെ പ്രതിഫലം അളവറ്റതാണ്. ഫകാന ഖൈറല്ല, അയാൾ അമ്മിലാണ്. അവിടെ ഒരിക്കലും തന്നെ സംഘർഷങ്ങളില്ല. എന്ത് വന്നാലും അൽഹംദുലില്ലാഹ്. ഖൈറാണെങ്കിൽ അല്ലദീ ബിനിഅ്മതിഹി തത്തിമ്മു സ്വാലിഹാത്ത്, അല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിൽ അലാ കുല്ലി ഹാൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ.
ഈ പരീക്ഷണത്തിലും എനിക്ക് അല്ലാഹു ഖൈറൊരുപാട് വിധിച്ചിട്ടുണ്ട്. ഒന്നുകിൽ ഒരു തൗബക്കുള്ള വഴി ഞാൻ ഡീറെയിൽ ചെയ്തത് അത് തിരുത്തിയിട്ട് നേരെ റെയിലിലേക്ക് കയറാൻ അല്ലാഹു അയച്ച മെസ്സേജാണ്. അല്ലെങ്കിൽ എന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള തെറ്റുകൾ അത് പുറത്തു തരാൻ വേണ്ടി അള്ളാഹ് നൽകിയിട്ടുള്ള ഒരു കാര്യമാണ്. അല്ലെങ്കിൽ അള്ളാഹ് എനിക്ക് വിധിച്ചിരിക്കുന്ന മർത്തബയിലേക്ക്, ദർജയിലേക്ക്, പദവിയിലേക്ക് എന്നെ ഉയർത്തുന്നതിന് വേണ്ടി അള്ളാഹു നൽകുന്ന ഒരു പരീക്ഷണമാണ്. എന്താണെങ്കിലും ഇത് മൂന്ന് തരം ദുൽമിൽ നിന്നും ഒരാൾ രക്ഷപ്പെട്ടാൽ അയാൾക്ക് പൂർണ്ണമായ അമ്ന്. അതേ സന്ദർഭത്തിൽ പൂർണ്ണമായ ദുൽമ് ഒരാളിലുണ്ട് എങ്കിൽ അള്ളാഹിനോടുള്ള ദുൽമ് ശിർക്കുണ്ട്, ഇബാദുകളോട് ദുൽമ് കാണിച്ചിട്ടുണ്ട്, സ്വന്തത്തോട് ദുൽമ് കാണിച്ചിട്ടുണ്ട് എങ്കിൽ അയാൾക്ക് അമ്നില്ല. എവിടെയാണ് അയാൾക്ക് അമ്ന്? ശിർക്ക് ചെയ്യുന്നതോടുകൂടി തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ അവസ്ഥയിലേക്ക് അയാൾ വന്നു. പിന്നെ അയാളോട് ദുൽമ ചെയ്തതാണ്. അതിന് ഒരുപാട് മാനസികമായ സങ്കീർണതകളും സങ്കുലതകളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും സംഘർഷങ്ങളുമായിട്ട്. എന്നിട്ടോ ഇബാദുകളോട് മറ്റുള്ളവരോട് ദുൽമ ചെയ്തപ്പോ അവരതിനെ തിരിച്ചടിക്കുന്നതും അതിനുള്ള പ്രതികാരവും അങ്ങനെ ആകെ കൂടി അയാളുടെ ജീവിതം ഒരു നിലക്കും അയാൾക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത വിധം അയാൾ പ്രശ്നത്തിലായിരിക്കും. അത് ദുനിയാവത്തെ കാര്യം. പരലോകത്തേക്ക് എത്തിയാൽ പറയാണ്ടോ? പറയാം. അതിനെക്കുറിച്ച് ചോദിക്കണ്ട, പറയണ്ട. ശിർക്ക് ചെയ്തതോടുകൂടി തന്നെ അയാൾ നരകത്തിൽ ശാശ്വതനാണ്. ളുൽമുൽ ഇബാദ് വന്നാലോ എന്നാൽ മറ്റൊരു വിഭാഗം തീരെ ഒരു ദുൽമും ചെയ്യാത്ത ഒരാൾ, 3 തരം ദുൽമിൽ നിന്ന് രക്ഷപ്പെട്ട ഒരാൾക്ക് പൂർണ്ണമായ അമ്നും ഉദയും കൊടുക്കും. തീരെ അയാൾ എല്ലാ ദുൽമും ചെയ്തിട്ടുണ്ട്, 3 ദുൽമും വന്നിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഒരമ്നുമില്ല, ഒരു ഹുദയില്ല, തീർത്തും അയാൾ നശിച്ചു. എന്നാൽ കുറച്ച് ദുൽമുണ്ട്, അയാളോട് തന്നെ ദുൽമ് ചെയ്തിട്ടുണ്ട്. ളുൽമുൽ ഇബാദ്, അടിയാളുകളോട് അല്ലറ ചില്ലറ ദുൽമുകൾ അയാൾ ചെയ്തു പോയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിനനുസരിച്ച് ഫൽ മുത്ലഖു ലിൽ മുത്ലഖ് വൽ ഹിസ്സത്തു ലിൽ ഹിസ്സ, അപരിമേയമായിട്ടുള്ള മുത്തലത്തായിട്ടുള്ളതിന്റെ മുത്തലത്തായതും, എന്നാൽ ഭാഗികമായിട്ട് എത്രയാണോ ചെയ്തത് അതിനനുസരിച്ചുള്ളത് ഭാഗികമായിട്ടും അയാൾക്ക് കിട്ടും. ഇതാണ് അതിന്റെ അവസ്ഥ. കുറച്ച് ദുൽമുണ്ട്, അതിനനുസരിച്ചിട്ട് അമ്ന് പോകും. എന്നാൽ വലിയ ദുൽമൊന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ അമ്നിന്റെ അടിസ്ഥാന കാര്യങ്ങളൊക്കെ അയാൾക്ക് ഉണ്ടായിരിക്കും. ശിർക്ക് ചെയ്തിട്ടില്ല, അതുകൊണ്ട് അടിസ്ഥാനപരമായ അമ്ന് അയാൾക്കുണ്ട്, ഹുദയുണ്ട്. മറ്റു ദുൽമുകൾ വന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ കുറച്ച് അമ്ന്, കുറച്ച് നിർഭയത്വം അയാൾക്ക് നഷ്ടപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് അൽ മുത്ലഖു ലിൽ മുത്ലഖ് വൽ ഹിസ്സത്തു ലിൽ ഹിസ്സ, ഇതാണ് അതിന്റെ കാര്യം. ഈ ആയത്ത് ഒരു വല്ലാത്ത ആയത്താണ്. الذين آمنوا ولم يلبسوا إيمانهم بظلم أولئك لهم الأمن وهم مهتدون. സഹാബത്ത് ആയത്ത് മനസ്സിലാക്കിയത് മുൽമ് എന്നുള്ളതിനെ ഉമൂമിൽ മനസ്സിലാക്കി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുത്തി കൊടുത്തു. ലൈസൽ അംറു കമാ തظنون, നിങ്ങൾ കരുതുന്നത് പോലെയല്ല കാര്യം. ഇവിടെ മുൽം എന്ന് പറഞ്ഞിട്ടുള്ളത് ലുഖ്മാനുൽ ഹക്കീം അദ്ദേഹത്തിന്റെ മകനെ ഉപദേശിച്ചപ്പോൾ പറഞ്ഞതുപോലുള്ള ദുൽമാണ് ഉദ്ദേശിക്കുന്നത്, ശിർക്കാണ് ഉദ്ദേശിക്കുന്നത്. ഷിർക്കാണ് ഉദ്ദേശിക്കുന്നത്. അത് പറയാനുള്ള കാരണം തീർത്തും അമ്നും ഹുദയും അള്ളാഹ് നിഷേധിക്കുന്നത് 3 തരത്തിലുള്ള ദുൽമും സംഭവിച്ചു പോകുന്ന ആളുകളിൽ നിന്നാണ്. എന്നാൽ ഷിർക്കല്ലാത്ത ദുൽമ സംഭവിച്ചു പോകുന്ന ആളുകൾ അവരല്ലാഹു കൈവിടുന്നില്ല. അവർക്ക് അല്ലാഹുവിന്റെ ഇസ്തിഫ ഉണ്ട്, അവർക്ക് അല്ലാഹുവിന്റെ ഹുദയുണ്ട്. അതിനുള്ള തെളിവാണ് സൂറത്ത് ഫാത്തിറിൽ നിന്നുള്ള ആയത്ത് ഞാൻ ഓതിയത്. ثم أورثنا الكتاب الذين اصطفينا من عبادنا فمنهم ظالم لنفسه ومنهم مقتصد ومنهم سابق بالخيرات بإذن الله ذلك هو الفضل الكبير. അവിടെ المطلق للمطلق والحصة للحصة. പൂർണ്ണമായി ഒരാൾക്ക് അമ്ന് കിട്ടണമെങ്കിൽ എല്ലാവിധ ദുൽമിൽ നിന്നും തീരണം. പൂർണ്ണമായും അമ്ന് അയാൾക്ക് നഷ്ടപ്പെടണമെങ്കിൽ 3 ദുൽമും അയാളിൽ നിന്ന് സംഭവിക്കണം.
എന്നാൽ ശിർക്കല്ലാത്ത ദുൽമുകൾ സംഭവിച്ചു പോയാൽ പിന്നെ അൽ ഹിസ്വത്തു ലിൽ ഹിസ്വ, എത്രത്തോളം ദുൽമുണ്ടോ അതിനു മാത്രം അമ്ന് നഷ്ടപ്പെടും, എത്രത്തോളം ദുൽമു കുറവുണ്ടോ അതിനു മാത്രം അമ്ന് അയാൾക്ക് കൂടിക്കൊണ്ടിരിക്കും. ഇതാണ് പറഞ്ഞത്. ഇതാണ് ഈ അധ്യായത്തിൽ മുസന്നിഫ് റഹിമഹുല്ലാ കൊണ്ടുവന്നിട്ടുള്ള ആയത്ത്. നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ച് നോക്കും. തൗഹീദിന്റെ ഫള് അത് തന്നെയാണ്. തൗഹീദിൽ ഒരാൾ വീഴ്ച വരുത്തിയിട്ടില്ലെങ്കിൽ അമ്നും ഇഹ്തിദാഉം അല്ലാഹ് അയാൾക്ക് മുടക്കില്ല. ബാക്കി അയാളോട് ചില ദുൽമ് ചെയ്തു, മറ്റുള്ള അടിയാറുകളോട് ചില ദുൽമ് ചെയ്തു, അതിനൊക്കെ പരിഹാരം ചെയ്യാവുന്നതുണ്ട്. ചിലത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുകൊടുക്കുന്നതാണ്. അതിനെ സംബന്ധിച്ച് പറയാ, അള്ളാഹിനോട് ശിർക്കല്ലാത്ത മറ്റു കാര്യങ്ങളിൽ ദുൽമുൻ നഫ്സ് നമ്മൾ കാണിക്കുന്ന, അള്ളാഹിനോട് കാണിക്കുന്ന മറ്റു തെറ്റുകൾ ശിർക്കല്ലാത്തത് അത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മബ്നിയത്തുൻ അലൽ അഫ്വി വൽ മുസാമഹ, മബ്നിയത്തുൻ അലൽ അഫ്വി വൽ മുസാമഹ. അതിന്റെ ബേസ് അഫ്വ് അല്ലാഹ് ചെയ്തു കൊടുക്കും, അല്ലാഹ് മുസാമഹത്ത് ചെയ്തു കൊടുക്കും, വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കും. എന്തെങ്കിലുമൊക്കെ ഒരു കാരണങ്ങൾ, അത് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാനുള്ള കാരണങ്ങൾ അയാളിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വെച്ചുകൊണ്ട് കുറെ കാര്യങ്ങളിൽ അങ്ങനത്തെ കാരണങ്ങളില്ലെങ്കിലും അള്ളാന്റെ മഹളായ ഫള് നൽകിക്കൊണ്ട് ഇത്തരത്തിലുള്ള വീഴ്ചകൾ അള്ളാഹ് അഫ്വ് ചെയ്തു കൊടുക്കുക, മുസാമഹത്ത് ചെയ്തു കൊടുക്കുക. അതിന്മേലാണ് മറ്റു ദുൽമുകൾ നിൽക്കുന്നത്. ശിർക്കൊഴിച്ച്, ശിർക്ക് അതിൽ പെടൂല. എന്നാൽ വദുൽമുൽ ഇബാദ്, മനുഷ്യന്മാരോട് ചെയ്യുന്ന, മറ്റു സൃഷ്ടികളോട് ചെയ്യുന്ന ദുൽമ്, ആ ദുൽമിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് മബ്നിയത്തുൻ അലൽ മുശാഹ, മബ്നിയത്തുൻ അലൽ മുഖാസ്സ, മബ്നിയത്തുൻ അലൽ ലമാൻ എന്നാണ് പറയുന്നത്. മൂന്ന് വ്യത്യസ്ത പദങ്ങളാണ്, ഏതാണ്ട് ഒരേ അർത്ഥത്തിലാണ് അത് ഉപയോഗിക്കുന്നത്. അത് പകരത്തിനു പകരം ഉണ്ട്. അതാണ് മുഖാസത്ത്. പ്രതിക്രിയക്ക് വിധേയമാണ്, പ്രതിക്രിയയെ ബേസ് ചെയ്തിട്ടാണ്. നമ്മൾ മറ്റൊരാൾ അടിച്ചു, അയാളുടെ മൂക്ക് തകർത്താൽ നമ്മുടെ മൂക്ക് അടിച്ചുവിടുന്ന് തകർക്കണം, അല്ലെങ്കിൽ അവിടുന്ന് അതിന് പകരം നമ്മൾ കൊടുക്കേണ്ടി വരും. മറ്റൊരാളുടെ പൈസ നമ്മൾ മോഷ്ടിച്ചാൽ അത് അയാളെ കൊണ്ട് പൊരുത്തപ്പെടിപ്പിച്ച് ഇവിടുന്ന് കൊടുത്തിട്ടില്ലെങ്കിൽ പരലോകത്തുനിന്ന് ദീനാറും ദിർഹമും കൊണ്ട് കണക്ക് തീർക്കാൻ പറ്റൂല. അവിടെ സയ്യാത്തുകൾ കൊണ്ടും ഹസനാത്തുകൾ കൊണ്ടും കണക്ക് തീർക്കേണ്ടി വരും. മബ്നിയത്തുൻ അലൽ ലമാൻ, അത് ലമാനാണ്, അതിന് ഗ്യാരണ്ടി ഉണ്ട്, അതിന് ഗ്യാരണ്ടി ഉണ്ട്. അതുകൊണ്ട് ഇബാദുകളോട് ചെയ്തിട്ടുള്ള ദുൽമാണെങ്കിൽ തൗബ പോലും സ്വീകരിക്കണമെങ്കിൽ തൗബന്റെ ഷർത്തിൽപ്പെട്ടതാണ് അത്തഹല്ലുൽ മിനൽ മവാലിം. മലാലിമ്, മലാലിമ് എന്ന് പറഞ്ഞാൽ സലാസത്തു ദവാവീൻ, അത് 3 ദീവാനുകളിലാണ്. ഒന്ന് അള്ളാഹിനോടുള്ള ദുൽമ്, ശിർക്ക്, അത് അള്ളാഹ് പൊറുക്കൂല. ഇവിടുന്ന് തൗബ ചെയ്യാതെ അയാൾ മരണപ്പെട്ടത് ശിർക്കിലാണെങ്കിൽ അള്ളാഹ് പൊറുക്കൂല, അത് അള്ളാഹ് ഉറപ്പു പറഞ്ഞതാണ്. രണ്ടാമത്തെ ദീവാൻ ദീവാനുസാരി, അത് ദുൽമുൻ നഫ്സ്. ഒരാൾ അവനവനോട് ചെയ്യുന്ന, നിസ്കരിച്ചില്ല, നോമ്പ് നോറ്റില്ല, ഹജ്ജിന് പോയില്ല പോലുള്ള കാര്യങ്ങൾ, അത് മബ്നിയത്തുൻ അലൽ അഫ്വി വത്തസാമുഹ്, പരമാവധി അള്ളാഹ് നമുക്ക് വിട്ടുവീഴ്ച ചെയ്തു തരാവുന്ന കാര്യങ്ങളാണ്. മൂന്നാമത്തെ ദീവാൻ, 3 ദീവാനുകളാണ് മലാലിമിനുള്ളത്. മൂന്നാമത്തേത് ദുൽമുൽ ഇബാദ്, അത് മബ്നിയത്തുൻ അലൽ മുശാഹ വൽ മുഖാസ്സ വൽ ലമാൻ. അത് അതിന്റെ ആരോടാണോ ദുൽമ് ചെയ്തത് അവരോട് അത് പറഞ്ഞ് പൊരുത്തപ്പെടിച്ച് തഹല്ലുൽ നടത്തിയിട്ടില്ലെങ്കിൽ ലതുഅദ്ദന്നൽ ഹുഖൂഖു ഇലാ അഹ്ലിഹാ, ഹുഖൂഖുകൾ അതിന്റെ അവകാശികൾക്ക് നിങ്ങൾ കൊടുത്ത് വീട്ടിയിട്ട് വേണം പോകാൻ. അള്ളാഹുവിന്റെ നീതി, ഒരു ഖർന ആയിട്ടുള്ള കൊമ്പുള്ള ഒരു ആട് ജൽഹ ആയിട്ടുള്ള കൊമ്പില്ലാത്ത ഒരാടിനെ കുത്തിയാൽ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കൊമ്പ് ഇല്ലാത്ത ആടിന്, കൊമ്പുള്ള ആടിനെ തിരിച്ചു കുത്താൻ, പ്രതിക്രിയ ചെയ്യാൻ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കും. ആ പ്രതിക്രിയ എടുത്ത് നീതി പൂർത്തീകരിച്ചിട്ട് അവയോട് പറയും കൂനു തുറാബ, നിങ്ങൾ മണ്ണാവുക. അവിടെ നീതി നടപ്പിലാക്കിയിട്ടേ വിടുന്നുള്ളൂ. മനുഷ്യന്മാരോട് പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ ഹുഖൂഖുകൾ അത് ചെയ്തു തീർക്കന്നെ വേണം.
ഏതിനു മുമ്പ്? ദീനാറും ദിർഹമുമില്ലാത്ത, ദീനാറ് കൊണ്ടും ദിർഹമു കൊണ്ടും നിങ്ങൾക്ക് കണക്ക് പറഞ്ഞു തീർക്കാൻ പറ്റാത്ത ആ ഖിയാമത്ത് നാൾ, അന്ത്യദിനം വരുന്നതിന് മുമ്പ്. അവിടെ വന്നു കഴിഞ്ഞാൽ, ഇവിടെ നിങ്ങളത് ദീനാറ് കൊണ്ടും ദിർഹം കൊണ്ടും തീർത്ത് പോന്നിട്ടില്ലെങ്കിൽ അവിടെ വന്നു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് കണക്ക് തീർക്കാനുള്ളത് നിങ്ങളെ ഹസനത്ത് എടുത്തിട്ട് അവൻ അങ്ങോട്ട് കൊടുക്കണം. ഹസനാത്തുകൾ തീർന്നാലോ അവന്റെ സയ്യാത്തുകൾ, അവൻ ചെയ്തിട്ടുള്ള സയ്യാത്തുകൾ ഇങ്ങോട്ട് തലയിൽ വെക്കുകയും വേണം. നമ്മൾ നിസ്കരിച്ച നോമ്പ്, നമ്മൾ നമസ്കരിച്ച നമസ്കാരം, നമ്മൾ നോറ്റ നോമ്പ്, നമ്മൾ പോയ ഹജ്ജ്, നമ്മൾ കൊടുത്ത സക്കാത്തും ഒക്കെ ഓരോ കൊടുത്തു. അവൻ മദ്യപിച്ചത്, അവൻ വ്യഭിചരിച്ചത്, അവൻ പലിശ കൊടുത്തത് ഒക്കെ നമ്മൾ വാങ്ങി തലേലും വെക്കേണ്ടി വരുന്ന ഒരവസ്ഥ. അതുകൊണ്ട് തന്നെ തൗബയുടെ ഷർത്തിൽ 7ാമത്തെ ഷർത്ത് പറയുന്നത് അതാണ്. 7ാമത്തെ ഷർത്ത് പറഞ്ഞിട്ടുള്ളത് ഇതാണ്: അത്തഹല്ലുലു മിനൽ മളാലിം, അള്ളാലിമിൽ നിന്ന്, എർമിലാണെങ്കിലും ശരി, മാലിലാണെങ്കിലും ശരി, നഫ്സിലാണെങ്കിലും ശരി, മറ്റൊരാളുടെ ശരീരത്തിന് നേരെയുള്ള കയ്യേറ്റമാണെങ്കിലും, സ്വത്തിന് നേരെയുള്ള കയ്യേറ്റമാണെങ്കിലും, അഭിമാനത്തിന് നേരെയുള്ള കയ്യേറ്റമാണെങ്കിലും, അതിൽ നിന്ന് തഹല്ലുൽ നടത്തിയിട്ടില്ലെങ്കിൽ വലൈസ സമ്മത ദീനാർ വലാ ദിർഹം ഫഇന്നമാ ഹിയൽ ഹസനാത്തു വസ്സയ്യാത്ത്, അവിടെ ഉണ്ടാകുന്ന സയ്യാത്തും ഹസനാത്തും മാത്രമാണ്. ആ കാര്യം സൂക്ഷിച്ചു കൊള്ളണം. ഏതാണെങ്കിലും തൗഹീദ് അംഗീകരിച്ച ഒരാളാണെങ്കിൽ അയാൾക്ക് പൂർണ്ണമായ അമ്ന് നഷ്ടപ്പെടില്ല, പൂർണ്ണമായ ഹുദ നഷ്ടപ്പെടില്ല. പിന്നെ അയാളിൽ നിന്ന് സംഭവിച്ചു പോയ ദുൽമുൻ നഫ്സ് വ ദുൽമുൽ ഇബാദ് അത് എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ച് അയാൾക്ക് കുറവ് വരും അമ്നിലും ഹുദയിലും. എന്നാൽ പൂർണ്ണമായി 3 ദുൽമിൽ നിന്നും വമൻ സലിമ മിൻ ഹാദൽ ദുൽം മിനൽ അജ്നാസ് അസ്സലാസ, 3 ഇനത്തിൽ നിന്നും അയാൾ രക്ഷപ്പെട്ടാൽ അയാൾക്ക് മുത്ലഖായ അമ്നുണ്ട്. മുത്ലഖായ അൽ അംനുൽ മുത്ലഖ് വൽ ഇഹ്തിദാഉ താം, അതയാൾക്ക് കിട്ടും. അതാണ് തൗഹീദിന്റെ പ്രത്യേകത. അതിനുശേഷം പിന്നെ ഹദീസിലേക്ക് പോയി. عن عبادة ابن الصامت رضي الله عنه, عبادة بن الصامت رضي الله تعالى عنه എന്നുള്ള റിവായത്ത് അദ്ദേഹം പറയുന്നു: قال رسول الله صلى الله عليه وسلم من شهد أن لا إله إلا الله, ഏതൊരാൾ സാക്ഷ്യപ്പെടുത്തുന്നുവോ, ഷഹാദത്ത് എന്ന് പറയണമെങ്കിൽ മനസ്സിൽ വേണം. മനസ്സിലുള്ള കാര്യം നാവ് കൊണ്ട് അത് പ്രഖ്യാപിക്കുകയും ചെയ്യണം. അപ്പോഴേ ഷഹാദത്താവുള്ളൂ. അതുകൊണ്ട്